Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം മാർക്കറ്റിലോട്ട് പോകാം. മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ എല്ലാ സൂചികകളും പ്രധാനപ്പെട്ട 3 സൂചികയിലും നമുക്ക് ഒരു 0.5% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ ഇന്നലെ ട്രംപിന് എതിരെയുള്ള ഫെഡറൽ വ്യാപാര കോടതിയുടെ ആ ഒരു വിധി വന്നതിന് ശേഷം ഫ്യൂച്ചേഴ്സിലൊക്കെ നമുക്കൊരു നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഏതായാലും താരിഫിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ പ്രധാനമായ ഒരു അപ്ഡേറ്റ് ആണ് മാർക്കറ്റ് ഇപ്പോൾ നേരിടാൻ പോകുന്നത്. ഏതായാലും മാർക്കറ്റ് ഇനി എങ്ങനെയായിരിക്കും ട്രേഡിംഗ്? താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇനി എന്താണ്? Vishnu, undertone in American market bullish ആയി തന്നെ തുടരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെയും വീണ്ടും 42,400 42,700 ആ ഒരു റെസിസ്റ്റൻസ് റേഞ്ചിലായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ് സ്ട്രഗിൾ ചെയ്തത്. സോ നമ്മൾ ഒരു സ്ട്രോങ് അപ്പ് മൂവ് കാണണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 41,000 പോയിന്റ് ആയിരിക്കും. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന് 21,600 പോയിന്റിലാണ് ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അണ്ടർടോൺ വീണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 20,700 പോയിന്റ്. സാറിന് നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് ഇന്ന് നമുക്ക് ക്രൂഡിലും ബ്രെന്റ് ക്രൂഡിലും WTI ക്രൂഡിലൊക്കെ 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച ട്രേഡിംഗ് ഇന്ന് മാർക്കറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. ക്രൂഡിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷുമായി തുടരുന്നു. സോ ബ്രെന്റ് ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $66. $66 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 62 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറും. സാറിന് നമുക്കറിയേണ്ടത് ഗോൾഡിനെ പറ്റിയാണ്. ഗോൾഡിൽ ഇന്നൊരു 0.5% ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 3270 എന്നുള്ളൊരു ലെവലിലാണ് ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീക്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഗോൾഡിൽ ഇപ്പോൾ ഓൾറെഡി ഒരു 2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഗോൾഡിൽ ഇനി എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ നമുക്ക് വീണ്ടും ഒരു നേരിയ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കണമെങ്കിൽ $3,355 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $3,240 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നാൽ ഇന്നലെ ഒരു സമ്മിശ്രമായ ഒരു പ്രതികരണമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. 24,752 എന്നൊരു നിലയിൽ ഒരു 73 പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയായിരുന്നു നിഫ്റ്റി 50 ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ 24,864 ഒരു ഇൻട്രാഡേ ഹൈ കാണുന്നത്. ലോവർ ലെവലിൽ 24,737 എന്നൊരു നിലയിലുമായിരുന്നു ട്രേഡിംഗ് നടന്നത്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50യുടെ കേസിൽ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ 25,120 പോയിന്റിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. നിഫ്റ്റി ബാങ്കിലോട്ട് വരുമ്പോൾ ഇന്നൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ 64 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 55,417 എന്നൊരു നിലയിലായിരുന്നു ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുമ്പോൾ ഇന്നലെ കാണാൻ സാധിച്ചത് ഇന്നലത്തെ ഒരു അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യയിൽ ബാങ്ക് നിഫ്റ്റിയിൽ 7 ഓഹരികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ 5 ഓഹരികളിലാണ് നമുക്കൊരു ഇടിവ് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഞാൻ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഏപ്രിൽ 23 ഓൾ ടൈം ഹൈ 56,098 പോയിന്റിൽ നൽകിയതിനു ശേഷം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു കൺസോൾട്ടേഷനാണ് നടന്നു വരുന്നത്. സോ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. സോ നമ്മളെ മേജർ സ്റ്റോക്സ് ആയിട്ടുള്ള HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും സിമിലർ പാറ്റേൺ നമുക്ക് കാണുന്നത്. ഈ സ്റ്റോക്സിലൊക്കെ ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ബട്ട് വീണ്ടും ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ദ സ്മോൾ PSU ബാങ്കിങ് സ്പേസ്. സ്മോൾ PSU ബാങ്ക് എന്ന് പറയുമ്പോഴേക്കും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, IOB, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര,
മുതലായ ചെറിയ PSU ബാങ്ക്സിലൊക്കെ വളരെ ലോ റിസ്കിൽ നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നുണ്ട്. നമ്മൾ ആ സ്റ്റോക്സിന്റെ ഒക്കെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. അതിന്റെ ബുള്ളിഷ് ട്രിഗർ ബ്രേക്ക് ഔട്ട് അടുത്ത 2-3 സെഷൻസിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്സിലൊക്കെ ലഭിക്കും. ഇനി നമുക്ക് സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ഇന്നലെ Q4 ലഭ്യമായ ഒരു സ്റ്റോക്കിന്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് അറിയേണ്ടത്. നമുക്ക് ഗ്രാനുവൽസിന്റെ ഒരു സാറിന്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നോക്കുമ്പോൾ ഒരു 1.2% ഒരു ഇടിവിൽ 522 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് ഗ്രാനുവൽസ് ട്രേഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു 3 വീക്കുകളിലായിട്ട് ഒരു നേട്ടം ഇപ്പോൾ സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഏതായാലും Q4 അപ്ഡേറ്റ് വന്നപ്പോൾ സ്റ്റോക്കിനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിൽ 17% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് റവന്യൂ നോക്കുമ്പോൾ 1.8% ഒരു ഉയർച്ചയുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാനുവൽസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗ്രാനുവൽസിന്റെ ഫൈനാൻഷ്യൽസിൽ വളരെ നല്ല ഫൈനാൻഷ്യൽസ് കാഴ്ചവെക്കുന്ന ഒരു കമ്പനിയാണ് ഗ്രാനുവൽസ്. ബട്ട് എങ്കിലും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലുള്ള ഓവറോൾ വീക്ക്നെസ്സിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിലും വലിയൊരു കറക്ഷൻ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ബട്ട് ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ നടന്ന ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 534 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 543. 543ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ അതിശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. പിന്നീടുള്ള റെസിസ്റ്റൻസ് 575, 590, അതിനുശേഷം 610 ആയിരിക്കും. സാർ ഇനി അറിയേണ്ടത് അവന്തി ഫീഡ്സിനെ പറ്റിയാണ്. ഇന്നലെ 1.5% ഒരു നേട്ടത്തിൽ 862 എന്നൊരു നിലയിലാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു മാർച്ചിലായിരുന്നു. ഏകദേശം ഓൾ ടൈം ഹൈയുടെ ഒരു അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഒരു 9% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവന്തി ഫീഡ്സിന്റെ ഒരു Q4 വന്നപ്പോഴും ഒരു മികച്ച ഒരു റിസൾട്ട് ഇത്തവണ രേഖപ്പെടുത്താൻ അവന്തി ഫീഡ്സിന് സാധിച്ചിട്ടുണ്ട്. ഏതായാലും നെറ്റ് പ്രോഫിറ്റിൽ 40% ഒരു ഉയർച്ചയാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്തി ഫീഡ്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അവന്തിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ കൺസോൾട്ടേഷൻ നടക്കുന്ന ബിറ്റ്വീൻ 820 and 940. ഈ 2 ലെവൽസിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സർ ഇനിയൊരു Q4 ലഭ്യമായിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സെയിലാണ്. ഇന്നലെ 0.3% ഒരു നേട്ടമാണ് സെയിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 128 സ്റ്റോക്കിന്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിനെ പറ്റി പറയാനുള്ളത് 11% ഒരു വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഏകദേശം 5% ഒരു വരുമാന വർധനവും കമ്പനി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെയിലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സെയിലിന്റെ കേസിൽ നമുക്ക് മേ തുടക്കം മുതൽ തന്നെ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും സെയിലിന്റെ കേസിൽ 129 രൂപയുടെ വളരെ മേജർ റെസിസ്റ്റൻസ് സോണിലോട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിൽ 131 രൂപയുടെയും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ മൈ എക്സ്പെക്ടേഷൻ അടുത്ത 2-3 സെഷൻസിൽ നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇന്നത്തെ ട്രേഡിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ പറ്റിയാണ് അറിയേണ്ടത്. ഇന്നലെ ഏകദേശം 1%ലേക്ക് അടുത്തൊരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 484 നമുക്ക് സ്റ്റോക്കിന്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ജൂൺ 2024 ശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ഏതായാലും സ്റ്റോക്ക് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ഇപ്പോൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഇത് കൺസോൾട്ടേഷൻ നടത്തി വരുന്നത് 465, 530 ഈ ഒരു റേഞ്ചിലാണ് കൺസോൾട്ടേഷൻ നടത്തുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിലെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എന്റെ ശ്രദ്ധ കേരള ബേസ്ഡ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആയിട്ടുള്ള ഇസാഫിലോട്ടും വന്നിട്ടുണ്ട്. ഇസാഫിന്റെ കേസിൽ നമുക്കറിയാം അത് IPOന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു ഇസാഫ്.
ബട്ട് ഈസാഫിന്റെ കേസിൽ മെയ് മാസത്തിന് ശേഷം ഒരു നേരിയ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ട് ഒരു നല്ലൊരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് നേരത്തെ സ്മോൾ PSU ബാങ്ക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സിമിലർലി നമുക്ക് ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കേസിലും ഒരു സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 32 രൂപ 35 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 34, 36, 38. സർ, നമുക്കിനി അറിയേണ്ട അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രിവേണി ടർബൈൻ ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം 2% ഒരു ഇടിവാണ്. നമുക്കൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു നവംബറിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളിലായി ഒരു കൺസോൾട്ടേഷൻ കാണുന്നുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? Triveni Turbine is a small cap stock. And here a stock in the pattern നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്ഷൻ ലഭിക്കണമെങ്കിൽ 660 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി അറിയേണ്ടത് അമരരാജയെ പറ്റിയാണ്. അമരരാജ നമുക്ക് നിലവിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് നിലവിൽ ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർ, എനിക്ക് ആ സ്റ്റോക്കിന്റെ ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല. താങ്കൾക്ക് ആ ഒരു ഡാറ്റ ലഭ്യമാണെങ്കിൽ ഒന്ന് അതിന്റെ ടെക്നിക്കൽ വ്യൂ ഒന്ന് പറയാമോ? അമരരാജ ബാറ്ററീസ് കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു, അതായത് ഏകദേശം ഒരു വർഷം മുൻപായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയ 1720 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90 മുതൽ 50 മുതൽ 60% ഡിക്ലൈനാണ് കാണാൻ സാധിക്കുന്നത്. സോ അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1065 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1120, 1140 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. ഇനി നമുക്ക് മോയിലിനെ പറ്റിയാണ് അറിയേണ്ടത്. നമ്മൾ മാർക്കറ്റ് പ്ലസിന്റെ തന്നെ ഒരു എപ്പിസോഡിൽ ഈ ഒരു മാസം തന്നെ ഈ ഒരു സ്റ്റോക്കിനെ പറ്റി ഒരു വ്യൂ പറഞ്ഞിരുന്നു. അല്ല, അതിനുശേഷം സ്റ്റോക്ക് ഓൾറെഡി ഒരു 20% ഒരു നേട്ടം ഇപ്പോൾ ഓൾറെഡി ഈ ഒരു മാസം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ട്രേഡിംഗിൽ 0.6% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോയിലിൽ ഇനി അങ്ങോട്ട് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? മോയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്ക് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും 378 രൂപയുടെ വളരെ മേജർ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 385 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 393, 401, 410, 425 ഈ 4 മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. സാറിനെ അറിയേണ്ടത് ബാങ്ക് ഓഫ് ബറോഡയെ പറ്റിയാണ്. നമുക്ക് ഇന്നലെ നോക്കുമ്പോൾ 0.6% ഒരു നേട്ടത്തിൽ 243 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞൊരു ജൂണിലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. ഏതായാലും ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 16% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞ ഒരു 2 മാസത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാനും സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഈ ആഴ്ച ഒരു ബുള്ളിഷ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അത് നമുക്ക് ആ ട്രിഗർ ലഭിക്കണമെങ്കിൽ 247 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 247ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 253, 257, 265 ഇത് 3 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. ലെക്സ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ് നമുക്കിനി അടുത്ത അറിയേണ്ടത്. സ്റ്റോക്ക് നോക്കുമ്പോൾ 0.18% ഒരു ഇടിവായിരുന്നു ഇന്നലത്തെ ട്രേഡിംഗിൽ കാഴ്ചവെച്ചത്. 1523 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ലക്സ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർക്കേണ്ടത് ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ബുള്ളിഷ് ട്രേഡ് ലഭിക്കണമെങ്കിൽ 1570 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 1615, 1700. 1700ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇതിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും.
പിന്നീടുള്ള റെസിസ്റ്റൻസ് 1790 1870 ആയിരിക്കും. ഇനി അടുത്തതായിട്ട് അറിയേണ്ട ഒരു സ്റ്റോക്ക് പ്രാജ് ഇൻഡസ്ട്രീസ് ആണ്. നമ്മൾ സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 0.61% ഒരു ഇടിവിലാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നത്. 486 ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ജനുവരിയിൽ ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവായിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞൊരു 2-3 മാസങ്ങളായി ഒരു നേരിയ തോതിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. പ്രാജിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പ്രാജിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇന്നത്തെ മാർക്കറ്റിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 540, അതിനുശേഷം 580, അതിനുശേഷം 640. നമുക്കിനി അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വെൽസ്പൺ ആണ്. വെൽസ്പണെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ 3.85% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. 813 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് സ്റ്റോക്കിനെ കാണാൻ സാധിക്കുന്നത്. അതിൽ ഓൾ ടൈം ഹൈക്ക് അടുത്ത് തന്നെയുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ വെൽസ്പൺ കോർപ്പിന്റെ കേസിൽ ഇറ്റ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഇന്നലെ ഈ ഒരു സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് മിക്കവാറും ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ഇന്ന് ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 827 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 850, 870 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. സാർ, നമുക്കിനി നിഫ്റ്റി 50യിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായ റിലയൻസിനെ പറ്റിയൊരു വ്യൂ ആണ് അറിയേണ്ടത്. റിലയൻസ് ഇന്നലെ 0.65% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തത്. 1412 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാസത്തിന് മുമ്പ് നേരിയ തോതിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ ഒരു മന്ത്ലി ട്രേഡിംഗിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞൊരു മാസം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. റിലയൻസിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രി നമ്മൾ നിഫ്റ്റി 50 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് നമുക്ക് മെയ് 15 ആയിരുന്നു ഒരു സെപ്റ്റംബറിന് ശേഷം ഏറ്റവും ഉയർന്ന നിലയിലുള്ള 1460 രൂപയുടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ നമുക്ക് നേട്ടം നൽകിയത്. അതിനുശേഷം ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഇറ്റ് ഈസ് കൺസോൾട്ടേറ്റിംഗ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിലൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. 1460 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നമുക്കിപ്പോൾ ഫോക്കസിലുള്ളത് NTPC ഗ്രീൻ എനർജിയാണ്. നമുക്ക് NTPC ഗ്രീനിന്റെ ഒരു കാര്യം നോക്കുമ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ ഒരു സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2.9% ഒരു നേട്ടമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 116 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണുന്നത്. നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു കഴിഞ്ഞ 3 മാസങ്ങളിലായി ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. NTPCയിൽ ഇനി മുന്നോട്ട് എങ്ങനെയാണ് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ? NTPC ഗ്രീൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് ആൻഡ് മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് ഗ്രാജുവൽ ആയിട്ടൊരു ബുള്ളിഷ് ബിൽഡപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കറന്റ് ലെവൽസ് ആയിട്ടുള്ള 118 രൂപയിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നുണ്ട്. 118 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള 2-3 മേജർ റെസിസ്റ്റൻസ് ലെവൽ 121, 126, 130, 135. നമുക്കിനി അടുത്ത ഒരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗിയെ പറ്റി നോക്കുമ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്ന സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിംഗിൽ കാഴ്ചവെച്ചത് ഇന്നലത്തെ ട്രേഡിംഗിൽ ഒരു നേരിയ ഒരു ഫ്ലാറ്റ് ഒരു പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തിയത്. 320 സ്വിഗ്ഗിയിൽ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വിഗ്ഗിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലിസ്റ്റിംഗിന് ശേഷം നമ്മൾ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ്. ആൻഡ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് മെയ് 13 ആയിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിക്കുന്നു 297 രൂപയിൽ. അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഈ വരുന്ന സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 360 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രേഡിംഗ് അവസരം ലഭിക്കും.
സാർ ഇനി നമുക്ക് അറിയേണ്ടത് സിർമയെ പറ്റിയാണ്. നമുക്ക് സിർമയുടെ ഒരു സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗിൽ നിലവിൽ രേഖപ്പെടുത്തിയ സ്റ്റോക്ക് 1.1% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സിർമ ടെക്നോളജീസിന്റെ ഒരു ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 539 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സെർമയുടെ കേസിൽ ആദ്യം തന്നെ ഓർക്കേണ്ടത് ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 510 സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബട്ട് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സാർ ഇനി വലിയൊരു മുന്നേറ്റം ഈ ഒരു മാസം ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ പറ്റിയാണ് അറിയേണ്ടത്. ഇന്നലെ നോക്കുമ്പോഴും 1% ഒരു നേട്ടമാണ് സ്റ്റോക്ക് നിലവിൽ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മാസം ഉൾപ്പെടെ കഴിഞ്ഞൊരു 3 മാസമായിട്ട് സ്റ്റോക്ക് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരു പുതിയൊരു ഓൾ ടൈം ഹൈയിലുമാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BEL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BELന്റെ കേസിൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഈ സ്റ്റോക്കിന്റെ അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ 402, അതിനുശേഷം 409, 417, 425. നമ്മൾ ഡിഫൻസ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് ഇന്നലത്തെ മാർക്കറ്റിൽ നമുക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. ബട്ട് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിലെ മേജർ റെസിസ്റ്റൻസ് 5200 രൂപയിലെ കാണുന്നത്. ഇന്നലെ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ വീണ്ടും ഒരു നേട്ടം ലഭിച്ചിരുന്നു. ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2146. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 2230, 2340. ബട്ട് ഇത് ആൻഡ് മറ്റൊരു ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്ക് വാസ് മാസഗോൺ ഡോക്കിന്റെ കേസിലും ഇറ്റ് ഇസ് ട്രേഡിംഗ് വെരി ക്ലോസ് ടു ദ ഓൾ ടൈം ഹൈ ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഓൾ ടൈം ഹൈ അറൌണ്ട് 3460 രൂപയ്ക്ക് അടുത്ത ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്നും അടുത്ത മേജർ റെസിസ്റ്റൻസ് 3875, 4000 രൂപയായിരിക്കും. ബട്ട് ഇത് രണ്ടിനെ അപേക്ഷിച്ച് ഇന്നലത്തെ മാർക്കറ്റിൽ ഏറ്റവും ശക്തമായിട്ട് ക്ലോസ് ചെയ്ത ഡിഫൻസ് സ്റ്റോക്ക് വാസ് ആക്ച്വലി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ഗാർഡൻ റീച്ച് കഴിഞ്ഞ ദിവസം വളരെ മികച്ച ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ആയിരുന്നു നൽകിയത്. ആ ഒരു സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3110, 3250 ആയിരിക്കും. ഇനി നമ്മുടെ വ്യൂവിലുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ ടെക്നോളജീസ് ആണ്. ടാറ്റ ടെക്നോളജീസിനെ പറ്റി നമുക്ക് നോക്കുമ്പോൾ ലിസ്റ്റിങ്ങിന് ശേഷം, അതായത് 2023 ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു മാസം സ്റ്റോക്ക് ഇപ്പോൾ ഒരു 15% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലെവലിലാണ്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ? ടാറ്റ ടെക്നോളജിയുടെ കേസിൽ തീർച്ചയായിട്ടും നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഒരു ബോട്ടം കണ്ടു എന്ന് തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അറൌണ്ട് 600 രൂപയായിരുന്നു ആ ബോട്ടം. അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് has turned bullish. നമ്മൾ ഈ ഏപ്രിൽ മാസത്തിന് ശേഷം കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ ഒന്നും കണ്ടിട്ടില്ല ഈ സ്റ്റോക്കിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കാം. ബിക്കോസ് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 734 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറും. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 805, 820, 840. 840യുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് തന്നെ ബുള്ളിഷായി മാറും. താങ്ക് യു സാർ. ഏതായാലും ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിലിന്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. നമുക്ക് ഇതുപോലുള്ള ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും മൈഫിൻ ടിവിയുടെ ആപ്പിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇതോടെ മാർക്കറ്റ് പ്ലസിന്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് സ്പീനറാണ്. സോ സ്റ്റേ ട്യൂൺഡ്.